ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു 1000 പില്ലറുള്ള ഒരു അമ്പലമാണ്. നമുക്ക് ആ അമ്പലം നമുക്കൊന്ന് കാണാം. മൊത്തം കല്ലും കൊണ്ടാക്കിയ അമ്പലം കേട്ടോ. എൻ്റെ എൻട്രൻസ് നമ്മൾ ഇതിലൂടെയാണ് കയറി എൻ്റെ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അകത്ത് കയറി അതിൻ്റെ അകത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇതിനുള്ള ചുറ്റുമതിലാണ് ഇത് കാണുന്നത് വലുത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് അമ്പലം ഉള്ളത്. ഇത് ചുറ്റോട് ഇങ്ങനെയുണ്ട്, ഫുള്ള് ചുറ്റും ഇതിക്കൂട്ട് വലിയ മതിലുകൾ കെട്ടിയിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ കാണാൻ പോകുന്ന അമ്പലം. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഇതൊരു ജെയിൻ ടെമ്പിളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ജെയിൻ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ സൗത്ത് ഇന്ത്യയിൽ 18ാമത്തെ ജെയിൻ ക്ഷേത്രമാണിത്. ഈ മൂടിബിദ്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ജൈനിസത്തെ ആരാധിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ സ്ഥലത്തിന് ജെയിൻ വാരാണസി എന്നൊരു പേരും കൂടിയുണ്ട്. ഈ തൂണുകളാണ് ഇതിൻ്റെ പ്രത്യേകത. 1000 തൂണാണ്. തൂണിൽ മാത്രമാണ് നിർത്തിയത് ഇങ്ങനെ നിർമ്മിച്ച് ഇതാക്കിയിരിക്കുന്നത്. മേളിലും കല്ല് പാകിയിട്ടുണ്ട്, അടിയിലും കല്ല്. അങ്ങനെതാണ്. ഇതാണ് ഇപ്പുറത്താണ് ആ മതിൽ കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ലേ, അതാണ് ആ മതിലാണ് ഇത്. ഇത് ചുറ്റി അങ്ങനെ 2-3 പൊക്കത്തിലുണ്ട് ഈ ചുറ്റുമതിൽ. മൊത്തം കല്ലാണ് കേട്ടോ. ഈ കല്ലുകളിൽ എല്ലാ കല്ലിലും ഓരോരോ ഡിസൈനിൽ കൊത്തുപണികളുണ്ട്. എല്ലാ കല്ലിലും ഉണ്ട്. എല്ലാ കല്ലിലും ഈ തൂണിലും ഉണ്ട്, ഈ സൈഡിൽ കൂടി വെച്ച കല്ലിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതാണ്, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അങ്ങറ്റം വരെ കാണും. മൊത്തം കല്ലാട്ടോ. ഈ പാകിരിക്കുന്ന മൊത്തം കല്ല. മേളിൽ കാണുന്നതും കല്ല. അങ്ങനെ സൈഡിൽ കല്ല്, ഈ തൂണ് കല്ല്, ഇതെല്ലാം കല്ലാണ്. ചുറ്റും കല്ല്. ഇപ്പൊ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത മഴയ്ക്ക് മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതിങ്ങനെ ചുറ്റിലുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ കല്ല് വിരിച്ചിരിക്കുന്നത് ചുറ്റിലുണ്ട്. അത് ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ എത്ര പണിയായിരിക്കും കേട്ടോ. ഇത് എന്തോ ഒരു വെള്ളം, അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരുന്നൊരു സ്ഥലം. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 15ാം നൂറ്റാണ്ടിൽ ഈ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരി ദേവരായ വാടിയാർ എന്ന് പറഞ്ഞൊരു ഭരണാധികാരി, അദ്ദേഹമാണ് ഈ ക്ഷേത്രം 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 1962 വീണ്ടും പുതുക്കി പണിതു. അങ്ങനെ 1-2 പ്രാവശ്യം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ട് വീണ്ടും പണിത്, അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് ഇതിന്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2004 ഗവൺമെൻറ് വരുത്തിയ മാറ്റങ്ങളാണ് ഇപ്പം ഈ ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നത്. ചെമ്പാട്ടോ ഇവിടെ ഞങ്ങൾ കണ്ടത്.
നല്ല വലിപ്പമുണ്ട് ഈ അമ്പലത്തിന്. എന്നിട്ട് പ്രാവുകൾ അവിടെ ഇരുന്ന് തല്ലുകൂടായിരുന്നു. അവർക്ക് എന്തോ അവിടെ എന്തോ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിന്നാൻ വന്നപ്പോൾ അവർ രണ്ടും കൊത്തോടി ഇതിനെ ഓടിച്ചു വിട്ടു. അപ്പോൾ ഇതാണ് ഇത്. ആ മേളത്ത് കണ്ട ആ ഒരു കളറിൽ അത് മാത്രം ഈ മരത്തിൻ്റെയാണ്. അത് മാത്രമല്ല ആ ടോപ്പിലെ മാത്രം മരത്തില്, ബാക്കി ഫുള്ള് കല്ലിൻ്റെയാണ്. ഈ സൈഡിൽ കാണുന്ന എല്ലാം കല്ലാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിലേ ചുറ്റി ഇതിലേ വന്നിപ്പം ഇതിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറണം. നമുക്കിനി ഇതിലെ ഇവിടുത്തെ കണ്ടിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാം. മതിൽ ചുറ്റും മതിലുണ്ട്. അത് നമ്മൾ കയറി വന്നത്. ഇതാണ് ഈ സൈഡിലുള്ള ഇതിൻ്റെ ഫുള്ളൊരു വ്യൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇത് അന്നത്തെ കാലത്ത് 31 വർഷം കൊണ്ടാണ് ഇത് നിർമ്മിക്കാനെടുത്ത സമയം. ഏകദേശം 31 വർഷം കൊണ്ടാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ. മേളിലൊരു വല എന്തോ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ പ്രാവൊക്കെ ഉള്ള കാരണേ അതിങ്ങനെ എന്തെങ്കിലും കൊത്തി കൊണ്ടിടുന്നുണ്ട്. അതുകൊണ്ട് കാരണം അകത്ത് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. തൂണിലൊന്നും തൊടാൻ പാടില്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അവർ അത്രയും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ 1000 പില്ലർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 1000 പില്ലർ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും ഈ അമ്പലത്തിൻ്റെ പേര് വരുന്നത് ത്രിഭുവനത്തിലക ചൂടാമണി എന്നും പറഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ പേര് വരുന്നത്. പിന്നെ വേറൊരു പേരും കൂടിയുണ്ട്, ചന്ദ്രനാഥ ടെമ്പിൾ. അങ്ങനെയുണ്ട്. ഈ 2 പേരിലാണ് ശരിക്കും ഒഫീഷ്യൽ പേര് അതാണ്. സ്പെഷ്യാലിറ്റി ഈ പില്ലേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ചോദിച്ചാലും 1000 പില്ലർ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ എല്ലാവർക്കും. എല്ലാത്തിലും ഓരോരോ ശില്പികൾ ഇങ്ങനെ കൊത്തി നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ. ഈ നിലത്ത് കാണുന്നതൊക്കെ തോന്നട്ടെ ഈ പുതുക്കി പണിത സഭ മാറ്റി തോന്നി. ഈ നിലത്തെ കുറച്ച് സ്ഥലം മാത്രം. പിന്നെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാട്ടോ. നല്ല രസമുണ്ട് അകത്ത് കയറി. നമുക്ക് അവർക്കായി ഇരിക്കുന്ന ആൾക്കാരൊക്കെ വിശ്രമിക്കാൻ വന്നിരിക്കുന്നതാണ്. കാരണം നല്ല സുഖം. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പ്, ശാന്തമായ ഒരു ചുറ്റുപാടാണ്. ഇതെല്ലാം കല്ലാണ്. ആ കൊത്തി ഉരുട്ടി വെച്ച പണിതിരിക്കുന്ന മൊത്തം കല്ലാണ്. ഈ തൂണൊക്കെ പണ്ടേ ഉള്ളതാട്ടോ. അത് അവർ ഈ പുതുക്കി പണിതപ്പോൾ ഈ തൂണൊന്നും മാറ്റിയിട്ടില്ല. ഈ തൂണൊക്കെ അന്ന് പണ്ട് കാലത്തുള്ള തൂണൊക്കെ അത്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ 10 രൂപ കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് ഫീസ്. അകത്തേക്ക് കയറണമെങ്കിൽ 10 രൂപ നമ്മൾ അവിടെ എൻട്രൻസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. പിന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചാർജ് ഉണ്ട്. അത് ഓരോ ക്യാമറയും ഫോണൊക്കെ അനുസരിച്ച്. മേളിൽ ഫുള്ള് നെറ്റ് ഇട്ടിരിക്കുന്നു കേട്ടോ. അത് നല്ലൊരു ഇതാണ്. കാരണം ആ പ്രാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തെ കാഴ്ച. നമുക്കിത് കുറച്ച് മുമ്പോട്ടേക്ക് മറ്റ് മൂർത്തിനെ വെച്ചൊരു ഇതുണ്ട്, റൂമുണ്ട്. ഈ ഓരോ തൂണിലും ഓരോരോ കൊത്തുപണികളാണ്. ഇവിടെ ഒരു തൂണിൽ കാണുന്ന കൊത്തുപണി അടുത്ത തൂണിലില്ല. അത്രയും ഡിഫറെൻ്റ് ആണ്.
1000 തൂണും 1000 രീതിക്ക് വ്യത്യസ്തമാണെന്നാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. 31 വർഷം എടുത്തെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ഈ ടോപ്പ് തുടങ്ങി ബോട്ടം വരെ ഓരോ തൂണിലും നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുരാണ കഥയൊക്കെ പറയില്ല, അതേമാതിരി ആണ് കൊത്തിവെച്ചിരിക്കുന്നത്. നമുക്കത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയില്ല, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഓരോ തൂണിനും ഓരോ കഥ പറയാനുള്ളത് പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും. അങ്ങനെയാണ് ഓരോ തൂണിലും അത് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇരുട്ട് പോലെ നമ്മൾ വന്ന സമയത്ത്. ലൈറ്റൊന്നും അങ്ങനെ അധികം ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇതാട്ടെ മൂർത്തി ഇരിക്കുന്ന സ്ഥലം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് അവിടം വരെ കയറാം, അതിൻ്റെ അകത്തോട്ട് കയറാനില്ല. എല്ലാ കല്ലിലും ഇങ്ങനെ കൊത്തുപണികളുണ്ട്. നിലത്ത് വെച്ച കല്ലിലും എല്ലാ കല്ലിലും കൊത്തുപണികളാണ്. വെറുതെ അല്ല ഇത്രയും 10-31 വർഷത്തെ പണി. എന്തോരം പണിയുണ്ട് ഇതിനകത്ത്. മേളിലൊക്കെ നോക്കി ആക്കി വെച്ചിരിക്കുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇത് മരത്തിൻ്റെ കേട്ടോ വാതില്. ഇതിനകത്താണ് മൂർത്തി ഇരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാനില്ല, ഇവിടം വരെ നമുക്ക് വരാനുള്ളൂ. ഇതൊക്കെ ഉണ്ടോ ഓരോ ചിത്രങ്ങളൊക്കെ ആക്കി, നല്ല ചിത്രങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ എന്തോരം പണിയെടുത്തിട്ടുണ്ടാവും. എല്ലാം ഇവിടെയാണ് കൂടുതലും വർക്കുള്ളത് കേട്ടോ. ഇവിടെ എല്ലാ തൂണയിലും ഓരോ തൂണിലും ഓരോ ചരിത്രമുണ്ട്. ഒരു രൂപം, ഇങ്ങനത്തെ പല 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 രൂപങ്ങളാണ്. ആന, അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോകാം. ഇവിടുന്ന് കണ്ടോ പുറത്തെ കാഴ്ചകളുണ്ടോ? ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ പുറത്തോട്ടുള്ള അങ്ങോട്ടുള്ള കാഴ്ച.
നിലത്ത് വരെ കല്ല പാകിയിരിക്കുന്നത്. നിലത്തും മേളിലും മൊത്തം കല്ല. നമ്മൾ കണ്ടില്ല ആ ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിലുള്ള മാത്രം കുറച്ച് മാത്രം മരം അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ഈ നമ്മളിവിടെ കണ്ട ഈ വാതിലും അത്രേ ഉള്ളൂ മരം, ബാക്കി മൊത്തം കല്ല അതിൻ്റെ അകത്ത്. ഇത് സൈഡിൽ കൂടെ ഇങ്ങനെ അവിടെ കാണുന്ന സൈഡിൽ കൂടെ അതിൻ്റെ സൈഡിലെല്ലാം കല്ല, സൈഡിലെ കല്ല് വരെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.